നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. രണ്ടാമത്തെ ശ്ലോകം. ജംഘേ തലാതലം അധോ സുതലം ച ജാനു കിഞ്ച ഊരുഭാഗയുഗളം വിതല അതലേ വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരമംഗ നാഭിഃ വക്ഷഃ ച ശക്രനിലയ തവ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ. ഹേ അംഗ ചക്രപാണേ, അല്ലയോ ചക്രപാണിയായ ഭഗവാനെ, തവ ജംഘേ തലാതലം, അങ്ങയുടെ 2 കാൽവണ്ണകൾ തലാതലമെന്നും, ജാനു സുതലം ച, കാൽമുട്ടുകൾ സുതലമെന്നും, ഊരുഭാഗയുഗളം 2 തുടകൾ, വിതലാതലേ ദ്വേ, വിതലം അതലം എന്നു 2 ജഘനം അരക്കെട്ട്, ക്ഷോണീതലം ഭൂലോകമെന്നും, നാഭിഃ അംബരം, നാഭി ആകാശമെന്നും, വക്ഷഃ ശക്രനിലയഃ മാറിടം സ്വർഗമാണെന്നും ച വദന്തി പറഞ്ഞുവരുന്നു. ഈ ശ്ലോകത്തിൽ അധോലോകങ്ങളിൽ ശേഷിക്കുന്ന 4 ലോകങ്ങളും ഭൂലോകവും വിരാട് സ്വരൂപത്തിൻ്റെ ഏതേത് അംശങ്ങളാണെന്നാണ് വിവരിക്കുന്നത്. തലാതലമെന്ന ലോകം കാൽമുട്ടുകളുടെ താഴെയുള്ള മാംസള ഭാഗവും കാൽവണ്ണ എന്ന് പറയുന്ന ഭാഗവും, സുതലം എന്ന ലോകം കാൽമുട്ടുകളും, വിതലം അതലം എന്ന 2 ലോകങ്ങൾ 2 തുടകളുടെ ഭാഗങ്ങളുമാകുന്നു. അല്ലയോ ഭഗവാനെ, ഭൂലോകം അങ്ങയുടെ അരക്കെട്ടും, ഭുവർലോകം എന്നുകൂടി പറയുന്ന ആകാശം നാഭിയും ആകുന്നു. അല്ലയോ ചക്രധാരിയായ ഭഗവാനെ, ഇന്ദ്രന്റെ ആവാസമായ സ്വർഗലോകം അങ്ങയുടെ മാറിടവുമാകുന്നു. ജംഘേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ.